ആരോഗ്യരംഗം മോശമായി എന്നാണ്. ശത്രുക്കൾക്ക് പോലും പറയാൻ പറ്റുമോ കേരളത്തിലെ ആരോഗ്യരംഗം മോശമായി? നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞല്ലോ, സിസ്റ്റത്തിന് അതൊരു സത്യം മാത്രമാണ്. അത് അവർ പറഞ്ഞതിലൊരു കാര്യമുണ്ട്. ഇപ്പൊ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ പ്രത്യേകിച്ച് ഹെൽത്ത് സർവീസിലും മെഡിക്കൽ കോളേജ് 2 ഡയറക്ടറേറ്റ് ആണ്. ഹെൽത്ത് സർവീസ് ഡയറക്ടറേറ്റ് ഉണ്ടായതിനു ശേഷം കുറേ കഴിഞ്ഞാണ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറേറ്റ് ഉണ്ടായത്. ഹെൽത്ത് സർവീസ് ഡയറക്ടറേറ്റിലായാലും ഹെൽത്ത് സർവീസിലായാലും മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ കീഴിലായാലും ഒരുപക്ഷെ കേരളത്തിൽ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലും ഇല്ലാത്തതിന്റെ എത്രയോ 4 ഇരട്ടിയോ 5 ഇരട്ടിയോ കെട്ടിടങ്ങളാണ് ഉള്ളത്. PHC മുതൽക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ. എന്നാൽ നമ്മുടെ ഇത്രയും വിപുലമായ 10,000-കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന, ലക്ഷക്കണക്കിന് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന, ഈ കെട്ടിടങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ കെട്ടിടങ്ങളെ മെയിൻ്റെനൻസ് നടത്താൻ ആവശ്യമായിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് സിസ്റ്റം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ വിമർശനം എന്ന് പറയുന്നത് എന്താണ്? ആരോഗ്യരംഗം മോശമായി എന്നാണ്. ശത്രുക്കൾക്ക് പോലും പറയാൻ പറ്റുമോ? കാർ എടുത്തിട്ട് പോകുന്നവർ പോലും നമ്മുടെ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്. വിമർശനം എന്ന് പറയുന്നത് ഇപ്പൊ ഉന്നയിക്കുന്ന രാജിവെക്കുക എന്ന് പറയുന്നത് കിട്ടിപ്പോയി ഒരു സുവർണാവസരം എന്നുള്ളതാണ്. നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിനോട് അവർക്ക് പ്രത്യേകമായിട്ടുള്ള വിരോധം ഉള്ളതുകൊണ്ടല്ല, LDFനെ രാഷ്ട്രീയമായിട്ട് ഏതു വിധത്തിലാണ് എതിർക്കാൻ ഒരു ആയുധം കിട്ടുക, അത് നോക്കിക്കൊണ്ടാണ് അവർ നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് ലക്ഷ്യമിട്ടുകൊണ്ട് ഈ പ്രതിഷേധത്തിന്റെ എല്ലാം ഒരു രീതി കണ്ടില്ലേ? ജീവിച്ചിരിക്കുന്ന ഒരു മന്ത്രിയുടെ, അതും അവരിന്നലെ വളരെ ടെൻഷനായി ആകപ്പാടെ വലിയ പ്രശ്നമായിട്ട് ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് ശവപ്പെട്ടിയുമായി എടുത്തിട്ട്, ഒരു വലിയ ശവപ്പെട്ടി, ഒറിജിനൽ ശവപ്പെട്ടിയുമായിട്ട് എടുത്തിട്ട് പ്രകടനം നടത്താൻ യൂത്ത് കോൺഗ്രസിനെ പോലുള്ള ഒരു സംഘടന തയ്യാറാവുക എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തൊരു അധിക്ഷേപം വേറെ എന്താ ഉള്ളത്? അസൂയയും കുനിഷ്ടും മനസ്സിൽ വെച്ചുകൊണ്ട് നടത്തുന്നതാണ്. കാത്തു കെട്ടിക്കിടക്കുന്നവർക്ക് കിട്ടിപ്പോയി ഒരു ആയുധം എന്നുള്ള മട്ടിൽ ചിന്തിക്കുന്നവർക്ക് ഇതൊക്കെ എന്തും ഭൂഷണമാണ്. വീണ ജോർജ് രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞ് ഈ കാണിക്കുന്ന കോപ്രായം അത് രാഷ്ട്രീയമാണ്. വീണ ജോർജ് ഇതിൽ എന്ത് തെറ്റ് ചെയ്തു എന്നാ പറയുന്നത്? ഇത്രയും കഠിനാധ്വാനം ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരിയായിട്ടുള്ള മന്ത്രിയെ ഈ രൂപത്തിൽ അവര് ഒരു സ്ഥലത്ത് എഴുതി വെച്ചാണ് നരഭോജി. കണ്ടതാണ് പോസ്റ്ററിൽ, ബാനറിൽ നരഭോജി. സ്ത്രീ ആയതുകൊണ്ട് എന്തും പറയാമെന്നാണോ? അതല്ലേ കാണുന്നത്? യൂത്ത് കോൺഗ്രസ്സുകാരും യുവമോർച്ചക്കാരും എല്ലാവരും കൂടി ചെയ്യുന്നത് ഇതാണോ? അങ്ങേയറ്റം അധിക്ഷേപാർഹമാണെന്ന് മാത്രമല്ല, ഇത് മ്ലേച്ഛവും നിന്ദ്യവുമായിട്ടുള്ള ഒരു പ്രതിഷേധ രീതിയാണ്. ഇത് ഒഴിവാക്കണം. ഇതിനെതിരെ സമൂഹമാകെ പ്രതികരിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അസൂയയും കുനിഷ്ടും മനസ്സിൽ വെച്ചുകൊണ്ട് നടത്തുന്നതാണ്. കാത്തു കെട്ടിക്കിടക്കുന്നവർക്ക് കിട്ടിപ്പോയി ഒരു ആയുധം എന്നുള്ള മട്ടിൽ ചിന്തിക്കുന്നവർക്ക് ഇതൊക്കെ എന്തും ഭൂഷണം.